സർജിക്കൽ സ്ട്രൈക്ക് രണ്ടുമായി നരേന്ദ്രമോദി വരുന്നു. എന്തേ പാലാ? എത്രയോ മണ്ഡലം ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് വരുന്നു, ഓക്കെ ശരിയാണ്. രാജീവ് ചന്ദ്രശേഖരൊക്കെ മത്സരിക്കുന്നു, വി മുരളീധരനൊക്കെ മത്സരിക്കുന്നു, ഒക്കെ വരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് പോകത്തെന്താ? അതല്ലേ പ്രധാന നഗരം. എറണാകുളത്ത് നേരത്തെ വന്നു. എന്നാൽ പിന്നെ കോട്ടയത്ത് പോകത്തെന്താ? പാലാക്കാണ് വെച്ച് പിടിച്ചിരിക്കുന്നത്. അതിനൊരു ഒന്നൊന്നര ഉദ്ദേശമുണ്ട്. ഷോൺ ജോർജ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്ന് വലിയ റോഡ് ഷോ ഒക്കെ നടത്തി പാലാ മണ്ഡലത്തിന് ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. സ്വന്തം അപ്പൻ, ഏക അപ്പൻ, ഒരേ ഒരു അപ്പൻ PC ജോർജ് തൊട്ടിപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. എവിടെ? പൂഞ്ഞാറിൽ. പഴയ പൂഞ്ഞാറിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് പാലയ്ക്ക്. ആ ഭാഗത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു നമ്മളെ ഷോൺ ജോർജ്. അപ്പോൾ അവൻ അപ്പൻ്റെ മോനാണെങ്കിലും കൊച്ചിലേ പണിയെടുത്ത് കയറി വന്നവനാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നില്ലേ 5 വർഷം. അപ്പോൾ ചുമ്മാ പോണ ആളല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഷോൺ ജോർജ് അവിടെ ചെന്നിട്ട് ഷോൺ ജോർജ് ആദ്യം ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട്. RSSകാരുള്ളത് കൊണ്ടാണ് ഞാൻ ഷോൺ ജോർജായിട്ട് തന്നെ ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ അടിച്ചു കൊന്നതിനെ ആരെങ്കിലും. ആരാണ് അടിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും പുള്ളി തള്ളി അതവിടെ ഏറ്റിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ ഒരു മതിപ്പ് പുള്ളിക്കുണ്ട്. പുള്ളി വലിയ രീതിയിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന. മാണി സി കാപ്പനൊക്കെ നന്നായി പ്രതിരോധത്തിൽ പോയിട്ടുണ്ട്. എന്തായാലും പാലായിൽ 3ാം സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്ന ജോസ് കെ മാണിയുണ്ട്. 2ാം സ്ഥാനത്തിലേക്ക് ആരായിപ്പോൾ ഷോൺ ജോർജ് ആകുമോ അതോ മാണി സി കാപ്പനാവുമോ എന്നുള്ളതല്ല. എന്തായാലും ഏപ്രിൽ മാസം 4-ാം തീയതി, 9-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. 4-ാം തീയതി കോട്ടയത്തല്ല പാലായിൽ നടക്കുന്ന റോഡ് ഷോയും പൊതുയോഗമൊക്കെ ഉണ്ട്. അതിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്ത് വന്ന് 4 മണിക്കോ മറ്റോ തിരുവനന്തപുരത്തും പരിപാടി വെച്ചിട്ടുണ്ട്. എന്തായാലും മോദി 2 സ്ഥലത്തും വരുന്നുണ്ട്. 2 പ്രാവശ്യം വരും. ഒരു പ്രാവശ്യം നാളെ തൃശ്ശൂർ വരികയാണ്. തൃശ്ശൂർ റോഡ് ഷോ വെച്ചിട്ടുണ്ട് പത്മജ വേണുഗോപാലിന്. അത് കഴിഞ്ഞ് നാളെ പാലക്കാടും പരിപാടി വെച്ചിട്ടുണ്ട്. 2 പരിപാടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 4-ാം തീയതി തിരുവനന്തപുരത്തും പാലായിലുമാണ് പരിപാടി വെച്ചിരിക്കുന്നത്. പാലായിൽ പരിപാടി വെച്ചിരിക്കുന്നത് ഒരു ഒന്നൊന്നര ഒരു തീർപ്പോട് കൂടി തന്നെയാണ്, ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് പാലായിൽ പരിപാടി വെച്ചിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം പാലായിലെ ബിഷപ്പുമാരും പാലായിലെ അതിരൂപതക്കാരും രൂപതക്കാരും ഒക്കെ ഇപ്പോൾ ഷോൺ ജോർജ് ജയിച്ചാലും കുഴപ്പമില്ല, BJPക്ക് വോട്ട് കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ള നിലയിൽ ഒരു മാനസിക പരിവർത്തനം അവിടെ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പാലായിൽ ഷോൺ ജോർജ് വലിയ ശക്തിയായി ഉയരും, വലിയ മത്സരം ഉയർത്തും. ജയിക്കുമോ ഇല്ലെന്ന് ഇപ്പോൾ പറയാനാകില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷെ എന്തായാലും അതിശക്തമായൊരു മത്സരം ഉയർത്തിക്കൊണ്ടുവരാൻ ഷോൺ ജോർജിന് കഴിയും. ആ മത്സരത്തെ ഒന്നുകൂടി ട്രിഗർ ചെയ്യാൻ, ഒന്നുകൂടി ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ മോദിയുടെ 4-ാം തീയതിയിലെ വരവ് വലിയ സഹായമാകും. ഇതിനിടയിൽ JP നദ്ദ വരുന്നു, പിന്നെ നമ്മുടെ അമിത്ഷാ വരുന്നു, ഓരോ നേതാക്കളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ 4-ാം തീയതിയിലെ വരവും അവിടുത്തെ നിൽപ്പും, അല്ലെങ്കിൽ അവിടെ പോകുന്ന റോഡ് ഷോയും റാലിയുമൊക്കെ വലിയ തോതിലായിരിക്കും ഷോൺ ജോർജിന് ഗുണം ചെയ്യുക. പൂഞ്ഞാർ, പാല, കോട്ടയം, ഇങ്ങനെ 3-4 മണ്ഡലങ്ങൾ, ഏറ്റുമാനൂർ, ഒരു 4-5 മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാലായിൽ വലിയ പരിപാടി നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഷോൺ ജോർജ് നന്നായി, തിരുവല്ലയിൽ പോലും പോകുന്നില്ല. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻ്റണി മത്സരിക്കുന്ന തിരുവല്ല പോലും ഒഴിവാക്കിയിട്ട് നേരെ പാലാക്കി വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം പാല കൊണ്ടേ പോകൂ എന്നുള്ള. അല്ല മാത്രമല്ല, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില ചലനങ്ങൾ പാലായിൽ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ അനുകൂലമായി, ഷോൺ ജോർജിന് അനുകൂലമായി വന്നാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ, അതുകൊണ്ട് തന്നെ അതൊരു A ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറിയിട്ടുണ്ട്. പാലായിൽ ഷോൺ ജോർജിൻ്റെ മത്സരം വളരെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നൊരു മത്സരമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്, പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും 4-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു. 2 പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്, 2 ജില്ലകളിലെ പരിപാടികളിൽ. കുറേ മണ്ഡലങ്ങൾ അതിനകത്ത് വരും, 2 ജില്ലകളിലായിട്ട്. അപ്പോൾ എന്തായാലും കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒരിക്കൽ തുറന്നു, 4-ാമത്തെ വർഷം അത് ക്ലോസ് ചെയ്തു പോയി, 0 ബാലൻസായി ക്ലോസ് ചെയ്തു. ഇനിയും വീണ്ടും അക്കൗണ്ട് തുറപ്പിക്കാനുള്ള വലിയ പരിപാടിയുമായിട്ടാണ് മോദി വരുന്നത്. അത് എത്ര കണ്ട് ജയിക്കുമെന്നറിയില്ല. എന്തായാലും ന്യൂനപക്ഷത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അസറ്റാണ് അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും. അതിൽ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് ഷോൺ ജോർജിൻ്റെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന് പറഞ്ഞതുപോലെ ഷോൺ ജോർജ് അട്ടിമറിക്കുമോ എന്നുള്ളതാണ് മധ്യ കേരളവും രാഷ്ട്രീയ കേരളവും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്.